ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കുറുമയാണ് കേട്ടോ. ഈ കുറുമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഉള്ളികളും ചേർക്കുന്നില്ല. അതായത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവോള അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ശരിക്കും ഒരു ഒത്തൻറ്റിക് ബ്രാഹ്മിൻസ് രീതിയിലുള്ള ഒരു കുറുമയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ചെറിയ പൊട്ടറ്റോ ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ പീസസ് ആക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ക്യാരറ്റ്, അതും ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ 3 വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഇതിലേക്ക് വേണ്ടി നമുക്ക് ഈ പച്ചക്കറി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കാം. ഇത് പച്ചക്കറികളൊക്കെ പകുതി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ കറി ഇവിടെ ഏകദേശം കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്നും കൂടി കുറച്ചും കൂടി വേവാനുണ്ട്, എന്നിട്ടത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പിടി, അതായത് ഒരു 20ഓളം കാഷ്യൂനട്ട് ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളത് കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 20 കാഷ്യൂനട്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമില്ലേ നമ്മൾ ഈ ഗരം മസാലയിലൊക്കെ ഇടുന്നത്, ആ ജീരകം, പിന്നെ 1/4 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ വേണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ തേങ്ങയൊക്കെ കൂടിയിട്ടുള്ള മസാല ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ടൊമാറ്റോ എടുക്കുക. ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ളതല്ലേ, അത് കാരണം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിനേക്കാൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 ടൊമാറ്റോ വരെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ മുളകുകളൊന്നും അതിനകത്ത് എരിവിന് ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഇപ്പോൾ ഞാനിവിടെ അതെല്ലാം ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും തക്കാളിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതും അതുപോലെ തന്നെ ടൊമാറ്റോ അരച്ചതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് പാനിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 5 ഏലക്കായ മാത്രം ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോയും പച്ചമുളകും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ടൊമാറ്റോ ഒഴിച്ചിട്ട് നമുക്കതിലെ വെള്ളം വറ്റുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പം നമ്മളെ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ അതുപോലെ അണ്ടിപ്പരിപ്പ്, പെരിഞ്ജീരകം ഇതെല്ലാം കൂടി അരച്ചതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആ തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ ആ തക്കാളിയുടെ അരപ്പും രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം അതിന്.
അപ്പോഴേ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി അത് രണ്ടും നന്നായിട്ട് ബൈൻഡ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ആ തേങ്ങയും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് വേണ്ടത്. ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത ക്രഷ്ഡ് ചില്ലിയും അതുപോലെ മല്ലിയിലയും വേപ്പിലയും ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് തീ ഒരല്പം കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചെക്ക് ചെയ്തപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ പുളി നിങ്ങൾക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റൊക്കെ കറക്റ്റാണ്. ഇപ്പം നമുക്ക് തിള വന്ന് തുടങ്ങിയിട്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരല്പം പഞ്ചസാര ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ അതൊരല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം നോർമൽ നമ്മളെ വൈറ്റ് ഷുഗർ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ പഞ്ചസാര ഒരല്പം ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉള്ളികളൊന്നും തന്നെ, അതായത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവോള അങ്ങനെ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇല്ലാതെ തന്നെ നല്ല അടിപൊളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുറുമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. Thanks for watching Suvu's Kitchen.